മൈസൂരിലെ ആദ്യ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മൈസൂരിലെ ആദ്യ സോളറൈസ്ഡ് ഹോസ്പിറ്റൽ, ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഹോസ്പിറ്റൽ. ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിലാണ് നിങ്ങൾ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് സിഗ്മ ക്യാമ്പസ്. അതിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. കം ലെറ്റ്സ് സീ. സിഗ്മ കോളേജിലെ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെയുണ്ട് മക്കളെ ക്യാമ്പസ്? അടിപൊളിയാണ്. ഇനി എവിടെ നിന്നൊക്കെയാണ് കുട്ടികളുള്ളത്? മലപ്പുറമുണ്ട്, കോഴിക്കോടുണ്ട്, വയനാടുണ്ട് അല്ലേ? ഒരു കുട്ടി നഴ്സിംഗ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് അക്കാഡമിക്സിനെ കുറിച്ചായിരിക്കും അവരുടെ മൈൻഡിൽ ആശങ്ക ഉണ്ടാകുക. എന്താണ് സിഗ്മ കോളേജിലെ അക്കാഡമിക്സിനെ കുറിച്ച്? ഇവിടെ അക്കാഡമിക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പൾ ആയാലും നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനും. പിന്നെ ഇവിടെ ഇപ്പോൾ 5th സെമ്മിന് 100% റിസൾട്ട് ഉണ്ട്. സിഗ്മ ക്യാമ്പസിലെ അക്കാഡമിക്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് കേരളത്തിന് പുറത്ത് വന്ന് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഹോസ്റ്റൽ, ഫുഡ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. നമുക്ക് ചോദിച്ചു നോക്കാം. ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു 5 നില ഹോസ്റ്റലാണ്. അപ്പോൾ അവിടെ നഴ്സിംഗുകാർ തന്നെ 4 ഇയർ ഉണ്ട്, അലൈറ്റ്സ് ഉണ്ട്. പിന്നെ ഫുഡ് പറയുകയാണെങ്കിൽ കേരള ഫുഡാണ് ബെസ്റ്റ് ഫുഡ്. എന്താ പറയുക, വീട്ടിൽ കിട്ടുന്ന ഫുഡ് നമുക്ക് ഇവിടെ നിന്നും കിട്ടും. പാഡ് ഡിസ്പോസൽ, അങ്ങനെ ഗേൾസിനൊക്കെ വേണ്ടി എല്ലാം സേഫാണ്. എങ്ങനെ നോക്കുകയാണെങ്കിലും അറ്റൻഡൻസ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ അറ്റൻഡൻസ് ആണ്. കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഒക്കെ അറ്റൻഡൻസ് അങ്ങനെയാണ്. പിന്നെ അവിടെ ഒരു വാർഡൻ ഉണ്ട്, 2 ടീച്ചേഴ്സ് ഉണ്ട്. വാർഡൻ മലയാളിയാണ്, ടീച്ചേഴ്സ് മലയാളികളാണ്. അപ്പം എങ്ങനെ നോക്കുകയാണെങ്കിൽ സേഫാണ്. പിന്നെ അവിടെ റാഗിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല. ടീച്ചേഴ്സ് ആണെങ്കിലും ആൻറ്റി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ പഠിക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈമുണ്ട്. സ്റ്റഡി ടൈം സ്പെഷ്യലായിട്ടുണ്ട്. പിന്നെ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് സീനിയേഴ്സ് ഉണ്ട്. പിന്നെ സ്റ്റഡി ഹാളുണ്ട്. അങ്ങനെ ടൈമിംഗ് ഉണ്ട്. അത് അവിടെ വന്ന് പഠിക്കുക. ടാബിളുണ്ട്, ബെഞ്ചിൻ്റെ എല്ലാം ഒക്കെ സെറ്റാണ്. പിന്നെ സ്റ്റഡി ടൈം ഉണ്ട്. സീനിയേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ടോയെന്നും ഒക്കെ നോക്കും. മാനേജ് ചെയ്യാനൊക്കെ ഒരുണ്ട്. പിന്നെ വേറെ പ്രശ്നമില്ല. സ്റ്റഡി ഹാളാണെങ്കിൽ പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എ ഹോം എവേ ഫ്രം ഹോം. സിഗ്മ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ NIBH അംഗീകാരമുള്ള സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ സിഗ്മക്കുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മെഡിക്കൽ ട്രെയിനിങ് എങ്ങനെയാണെന്ന് കുട്ടികളോട് ചോദിച്ചു നോക്കാം. സിഗ്മ ക്യാമ്പസിൽ ഫസ്റ്റ് ഇയർ തൊട്ടേ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടാവും. ക്ലിനിക്കൽ പോസ്റ്റിംഗ് തരുന്ന സമയത്ത് ഞങ്ങൾ നവംബറിലാണ് വന്നത്. ഞങ്ങൾക്ക് ജനുവരി തന്നെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റിംഗ് ഉണ്ടായിരുന്ന സമയത്ത് ക്യാഷ്വാലിറ്റിയിലാണെങ്കിലും ICUലാണെങ്കിലും പോസ്റ്റ് ഓപ്പറേറ്റീവിലാണെങ്കിലും അങ്ങനെ എല്ലാ സ്ഥലത്തും തന്നെ നമുക്ക് ഡ്യൂട്ടി, ഡയാലിസിസ് സെൻറ്ററിൽ വരെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കണ്ട് പരിചയപ്പെട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നഴ്സുമാരാണെങ്കിലും നമ്മൾ ഓരോന്ന് പഠിപ്പിച്ച് തരും. അപ്പോൾ നമ്മൾ സ്ലോലി ഓരോന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ പോസ്റ്റിംഗ് ഉള്ള സമയത്ത് നമുക്ക് സീനിയേഴ്സിൻ്റെ കൂടെയാണ് ഉണ്ടാവുക. അപ്പോൾ സീനിയേഴ്സ് നമുക്ക് ഓരോന്ന് മാനേജ് ചെയ്യാനും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഐഡൻറ്റിഫൈ തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. സീനിയേഴ്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. എല്ലാ കാര്യങ്ങൾക്കും പോസ്റ്റിങ്ങിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരടുത്ത് ചോദിക്കാം, അവർ ക്ലാരിഫൈ ചെയ്ത് തരും. അവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോയി ചെയ്യാം, അവർ ചെയ്യുന്നത് കണ്ടു പഠിക്കാം. പിന്നെ ഫസ്റ്റ് സോളറൈസ്ഡ് ഹോസ്പിറ്റലാണ് ഇവിടെ. മൈസൂരിൽ ഏറ്റവും കൂടുതൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഹോസ്പിറ്റലാണ് സിഗ്മ കോളേജ്. 70+ ഓൾറെഡി ഇവിടെ കഴിഞ്ഞു. നമുക്ക് അവിടെയും പോസ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്. നമുക്ക് സിഗ്മയിൽ മാത്രമല്ല വേറെ ഹോസ്പിറ്റലും പോസ്റ്റിംഗ് കിട്ടാറുണ്ട്. ഇവിടെ അടുത്ത് JCയിലാണ് നമ്മൾ ഇതുവരെ പോയിട്ടുള്ളത്. അതല്ലാതെയും വേറെ സൈക്കാട്രിക് ഹോസ്പിറ്റലുകളിലും പോസ്റ്റിംഗ് കിട്ടാറുണ്ട്. സീനിയേഴ്സിന് തേർഡ് ഇയറിൽ കിട്ടും. പിന്നെ ഓവറോൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൽ നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല. നഴ്സിങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ ക്ലിനിക്കൽ പോസ്റ്റിംഗ് സിഗ്മയിൽ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ മുന്നോട്ട് പോകുമ്പം ലൈഫിൽ ഒരിക്കലും ഒരു ഡൗട്ടോ ഒരു പ്രശ്നം വരാതെ നമുക്ക് ഓവറോൾ എല്ലാം കണ്ട് പരിചയപ്പെട്ട് മനസ്സിലാക്കി 4th ഇയർ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. അത് മോൾക്ക് നഴ്സിംഗ് പഠിക്കണം നല്ല താല്പര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈഫ് ഈസിലെത്തി. അവർ ഞങ്ങളെ
കർണാടകയിലുള്ള മൈസൂരിലുള്ള ഒരുപാട് കോളേജുകളൊക്കെ കാണിച്ചു തന്ന് അതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഇവിടെ സിഗ്മ കോളേജാണ്. 1 ലക്ഷം സ്കോളർഷിപ്പോട് കൂടി ഇവിടെ ഞങ്ങൾക്ക് കിട്ടി. ലൈഫ് ഈസിയിൽ എത്തിയത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾക്കിപ്പം തോന്നി. ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ മോളെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ മൈസൂരിൽ പല കോളേജുകളും വിസിറ്റ് ചെയ്തു. ആ കോളേജുകളിൽ നിന്ന് അവസാനമായി സിഗ്മയിലെത്തി. സിഗ്മയാണ് ഞങ്ങൾക്ക് അക്കാദമിക്കായിട്ട് നല്ലതാണെന്ന് തോന്നിയത്. ആ നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങളെന്താക്കി ലൈഫ് ഈസ് മുഖേനയാണ് വന്നത്. സ്കോളർഷിപ്പോട് കൂടി സിഗ്മയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മോളെ ചേർത്താൻ വേണ്ടി തീരുമാനിച്ചു. സിഗ്മക്കും അതുപോലെ ലൈഫ് ഈസിക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് റഫീഫ തൻസിയ. +2 പഠിക്കുമ്പോൾ തന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് കയറണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോഴാണ് അംജിത്ത് സാറിനെ പരിചയപ്പെടുന്നത്. അംജിത്ത് സാറ് നഴ്സിങ്ങിനെ പറ്റിയും മറ്റ് കോഴ്സസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ലൈഫ് ഈസി വഴി ഇപ്പം മൈസൂർ സിഗ്മ കോളേജിൽ 30,000 രൂപ സ്കോളർഷിപ്പോട് കൂടി പഠിക്കുകയാണ്. സിഗ്മ കോളേജിലെ വിദ്യാർത്ഥി നമ്മുടെ കൂടെയുണ്ട്. ദിയ, സോന, അനു, പ്രാർത്ഥന. സിഗ്മ കോളേജിൻ്റെ സ്പെഷ്യാലിറ്റികളെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ഞാൻ സിഗ്മ കോളേജിലെ സെക്കൻഡ് ഇയർ BSc AT ആൻഡ് OT സ്റ്റുഡൻ്റ് ആണ്. സിഗ്മ കോളേജിനെ പറ്റി ലൈഫ് ഈസി വഴി അറിഞ്ഞാണ് ഞാൻ ഇവിടെ വരുന്നത്. 36,000 രൂപ സ്കോളർഷിപ്പ് വഴിയാണ് ഞാൻ സിഗ്മ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സിഗ്മ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാണ്ടായിരുന്നു ഞാനിവിടെ വന്നത്. കാരണം കേരളത്തിൻ്റെ പുറത്ത് പോയി ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നതായതുകൊണ്ട് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇവിടെ കൂടുതലും മലയാളി കുട്ടികളും മലയാളി ടീച്ചേഴ്സും ആയതുകൊണ്ട് അതൊരു ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും. എൻ്റെ കൂടെ ഉള്ളത് ഇവർ MLT കോഴ്സിലുള്ളവരാണ്. മെയിനായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ പഠിത്തത്തെക്കുറിച്ചാണ്. ഇവിടെ പഠിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം വളരെ 100% ആണ് ഇവിടെ എല്ലാവരും കൊടുക്കുന്നത്. ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും റിസൾട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം നല്ല മാർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. ഈ അടുത്ത് നേഴ്സിങ്ങിൻ്റെ റിസൾട്ട് വന്നായിരുന്നു. അതിൽ അത്യാവശ്യം നല്ല മാർക്കാണ് സിഗ്മയിൽ നിന്നും ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് പറയുകയാണെങ്കിൽ പരിപാടിയുടെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഓണമാണ്. ഓണം സെലിബ്രേഷനിന് ഓഗസ്റ്റ് 30-ാം തീയതിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൂടാണ്ട് അതിനുശേഷം എത്നിക്, സ്പോർട്സ് എല്ലാ രീതിയിലുള്ള കായികമായിട്ടാണെങ്കിലും മാനസികമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും സിഗ്മയിൽ നിന്ന് കിട്ടുന്നുണ്ട്.